ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരാണ് ഈ നിരീശ്വരവാദികളെന്ന് നിങ്ങൾ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് തുടങ്ങാം. അതായത് ഇപ്പോൾ ഒരു കോടതി ഒരു ആളെ ശിക്ഷിച്ച് പുള്ളി കുറ്റക്കാരനാണെന്ന് വിചാരിച്ച് പുള്ളിനെ തൂക്കിക്കൊല്ലുന്നു. അപ്പോൾ തൂക്കിക്കൊന്നു കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അറിയുന്നത് പുള്ളി കുറ്റം ചെയ്തിട്ടില്ല, പുള്ളി പാവമായിരുന്നു. അപ്പം നമ്മൾ നിരീശ്വരവാദികളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, പുള്ളിയുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? ജീവൻ തിരിച്ചു കൊടുക്കുമോ പുള്ളിക്ക്? അതൊന്ന്. പിന്നെ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇപ്പോൾ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം അറിയാം, എല്ലാ അറിവുകളും എല്ലാ മനുഷ്യനും ഉണ്ട്. അപ്പോൾ ഞാനെന്തിനു വീഡിയോ ചെയ്യണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം ഇതാ, എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷേ ഞാനതുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് എന്ത് കാര്യം? ഞാൻ ഈ അറിയാവുന്ന കാര്യം തന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല. ഈ നിരീശ്വരവാദി എന്ന് പറയുന്ന സാധനം പല ടൈപ്പാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് ഇപ്പോൾ ദൈവം അതേപോലെ സയൻസ് സാധനങ്ങൾ എല്ലാം എനിക്ക് കുറേയൊക്കെ ഞാൻ വിശ്വസിക്കുന്ന സാധനം ഈ പ്രപഞ്ചം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ദൈവപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കുറച്ച് 5000-10000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം നിങ്ങൾ ഇപ്പം പെട്രോൾ അടിക്കുന്ന ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞ സാധനം ഡൈനോസർ എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് ഇതെടുക്കുന്നതാണ്. അപ്പോൾ അത് ഏതാണ്ട് 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഡൈനോസർ ഉണ്ടായത്. അന്ന് ഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ പ്രപഞ്ചം ഉണ്ടായതുകൊണ്ടല്ലേ ഭൂമി ഉണ്ടായിരുന്നതും ഇതിൽ നിന്ന് ഇതിങ്ങനെ എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഈ ദൈവം എന്ന് പറഞ്ഞ സാധനം പല ജാതി പദമത അങ്ങനെ പല രീതിയിലുള്ള പല ടൈപ്പ് ദൈവങ്ങളാണ്. പക്ഷേ ഇതിനെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ സയൻസിനെ വിശ്വാസമില്ല എന്ന് പറഞ്ഞ കാര്യം, സത്യത്തിൽ ഭൂമി സാധനം ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് ഇവർ കഴിഞ്ഞിടയ്ക്ക് നീൽ ആംസ്ട്രോങ് എന്ന് പറഞ്ഞ ആൾ ചന്ദ്രനിൽ പോയി കാല് കുത്തിയെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഇടയ്ക്ക് നമ്മൾ ഒരു റോക്കറ്റ് വിക്ഷേപിച്ച് നാസ എങ്ങാണ്ട് അതിൻ്റെ ഉപരിതലത്തിൽ പോയി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വന്നേ ഉള്ളൂ. അതായത് ഇവിടുത്തെ ഒരു സ്പേസ് സ്റ്റേഷൻ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സ്ഥലം പോലെ ചന്ദ്രനിലും ഉണ്ടെന്നുണ്ടെങ്കിലേ അവിടെ കാല് കുത്തി തിരിച്ച് വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ വേറെ കുറേ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് നേരം കണ്ണാടി നോക്കുമ്പോൾ വല്ലാണ്ട് വരിക, അതേപോലെ ഉൾക്കണ്ണുകൊണ്ട് കാര്യങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് യഥാർത്ഥത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വന്ന് കിടന്ന് ഇതിനകത്ത് ഗുണഗുണമെന്ന കാര്യം പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കുക കാര്യങ്ങൾ. ഇപ്പോൾ എനിക്ക് തന്നെ ഞാനാരാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നമ്മൾ ദിവസം പോകുന്തോറും നമ്മളെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചൊരു അവസാന കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. പുള്ളി പറയുന്നുണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരാണെന്ന്. അപ്പോൾ ഈ ലോകം എന്ന് പറഞ്ഞ സാധനം ഭൂമി, ചന്ദ്രൻ, അതേപോലെ സോളാർ സിസ്റ്റം, ഗാലക്സി, അതേപോലെ യൂണിവേഴ്സ്, മൾട്ടി യൂണിവേഴ്സ്, ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ പറയാമെന്ന് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു. ഓൾറെഡി നമ്മൾ പണ്ടൊക്കെ ഞാൻ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാവർക്കും എല്ലാം അറിയാമെന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പിന്നെ വീഡിയോസ് ചെയ്യാത്തത് ഇതൊക്കെ. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ അവർ ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കുകയും സത്യത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്നില്ലേ? എന്താണെന്ന് വെച്ചാൽ ഉൾക്കണ്ണുകൊണ്ട് ചിന്തിക്കുക, അതേപോലെ കുറച്ച് വല്ലാണ്ട് ആവുക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവും. എനിക്ക് തന്നെ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഫുള്ള് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം കുറവായതുകൊണ്ടായിരിക്കും. അപ്പോൾ വിദ്യാഭ്യാസം കൂടുതലുണ്ട്, തൊഴിലുണ്ട്, അങ്ങനെയല്ല, വിദ്യാഭ്യാസം കൂടുതലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. സത്യത്തിൽ ഞാനൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് അറിവ് കാര്യങ്ങൾ ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടുള്ളൊരു തൊഴിൽ നേടാൻ പറ്റിയില്ല. അപ്പോൾ ആ 2 കാറ്റഗറി പോലുള്ളൊരു സാധനമാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണെന്ന് കറക്റ്റ് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പം എനിക്ക് കിട്ടാഞ്ഞ ഒരു കഴിവെന്ന് പറയുമ്പം വിദ്യാഭ്യാസം കൊണ്ടൊരു തൊഴിൽ നേടാൻ പറ്റിയില്ല, അതുകൊണ്ടുള്ള അറിവ് കാര്യങ്ങൾ നേടാൻ പറ്റിയില്ല. അത് ആണ് ഏറ്റവും വലിയ പാട്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് ആവശ്യമില്ല. ഇങ്ങനെ സൂര്യന്, ചന്ദ്രന്, അങ്ങനെ സോളാർ സിസ്റ്റം അതാ ഇതാന്നൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ അറിയാത്ത കാര്യങ്ങളാണ്, മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഏത് ഒരു മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് വിദ്യാഭ്യാസം കൊണ്ടൊരു തൊഴിൽ നേടുക,
അങ്ങനെ കഴിവുള്ള ഒരു സാധനമാണ് അത്. പക്ഷേ ഈ മറ്റേ പണ്ട് ഞാൻ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഈ കൂടുതൽ പറഞ്ഞ് ഇതാക്കുന്നില്ല. ഇത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനേ എനിക്ക് പറ്റുള്ളൂ.